ഞാൻ വളരെ മാന്യമായിട്ട് അവിടെ ഇറയത്തിരിക്കായിരുന്നു. ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ കുളിച്ചില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട വെച്ചു. അത് രണ്ടും വന്നിട്ട് പിടിച്ചു കൊണ്ടെന്നാണ് ഇവൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ വീഡിയോ എടുക്കുക. അതായത് ഇവൻ പല്ല് വെച്ചില്ല, കുളിച്ചില്ല, പായസം കുടിക്കാൻ വരുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്ത് കാവിലൊരു പരിപാടി നടക്കുന്നുണ്ട്. കൈ കഴിയുന്നു. ഇനിയിപ്പോ പായസം കുടിച്ചില്ല, അത് മോശം വിചാരിക്കണ്ട. ഇവിടെ ഒരു കാര്യമായ പരിപാടി ഉണ്ടായിരുന്നു അത്ര. ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ പരിപാടി നടക്കാൻ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എന്തായിരുന്നു ആക്ച്വലി പരിപാടി? പായസം കുടിക്കുമ്പോ റീസൺ അറിയണല്ലോ. സത്യത്തിൽ ഞാനും അറിയില്ല. അങ്ങനെയാ. ഞങ്ങൾ ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ കാവില് കാര്യമായ എന്തോ പരിപാടി ഉണ്ട്. എല്ലാവരും വന്നിട്ട് പായസം കുടിക്കുന്ന ഒച്ച കേട്ടു. ഞങ്ങളും വന്ന് പായസം കുടിക്കും. അന്നോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എന്തെല്ലോ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് 12 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് കുളിക്കാണ്ട് തിന്നതും പോരാ, വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടോളൂ. അല്ല, നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അച്ഛനെ കിട്ടിയിട്ടില്ല. അമ്മക്ക് ഇപ്പൊ കൊടുത്തരാം. അമ്മക്ക് സായിരൊന്നും കിട്ടിയില്ല. ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആൽമരം അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ വർഷത്തെ തെയ്യത്തിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ട് ഗംഭീര അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത തെയ്യത്തിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലാണ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. യൂട്യൂബിൽ TV വെച്ചിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോർട്രേറ്റ് വീഡിയോ മാറ്റിയിട്ട് ലാൻഡ്സ്കേപ്പ് വീഡിയോയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പം ഫോൺ ഇങ്ങനെ പിടിച്ച് കാണുന്നവർ ഇങ്ങനെ പിടിച്ചിട്ട് കാണണേ. KK രാജൻ ഹൈപ്പർ മാർക്കറ്റായി മാറാൻ പോവാണെന്നുള്ളൊരു വിവരം കേട്ടു. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നോക്കിയേ. ഇങ്ങനത്തെ ഉള്ളു. ഇതിന്റെ മുകളിൽ ഓഡിറ്റോറിയം അപ്പൊ വരുന്നേ. അപ്പോ കണ്ട, ഓരോ തവണ വരുമ്പോഴേക്കും രാജേട്ടൻ വേറെ വേറെ ലെവലിലേക്ക് പോവാണ്. കുറെ കഴിയുമ്പോഴേക്കും ലുലുമാളിൽ നിങ്ങൾ കോമ്പറ്റീഷൻ ആവുള്ളൂ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പോയി. ന്യൂ ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കാണട്ടെ എന്തുണ്ട്. ഇരുന്നായിരുന്നു അതെ 2 വണ്ടിയല്ലേ വെറുതെ വരുന്ന. നിങ്ങൾ കൂടെ കയറി കൂടെ ഇരുന്നാ വാടാ. അച്ഛൻ റാം കെയർ ഓഫ് ആനന്ദി ഒക്കെ വായിക്കുന്ന എങ്ങനെയുണ്ട് ന്യൂജൻ പുസ്തകം? അതിന് വേണ്ടിട്ടാ. അതുകൊണ്ട് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് റിവ്യൂ പറയണേ. എന്ത് അടക്കത്തോടും ഒതുക്കത്തോടും കൂടി രണ്ടുപേരും നിൽക്കുന്നൊക്കെ ഇരട്ടകളെ പോലില്ലേ. രണ്ടുപേർക്കും ഇപ്പൊ കറവില്ല. ഇവിടെ ഒരു ടീം പുറത്തേക്ക് ചാടാൻ കാത്തിക്കുന്ന കുറെ കോഴിക്കുഞ്ഞുകൾ വന്നിട്ടുണ്ട് കേട്ടാ. അത് തുറന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതെല്ലാം കൂടി പുറത്ത് ചാടും. ഇപ്പൊ എത്ര ഉണ്ട് മൊത്തം ടോട്ടല്? ഇപ്പൊ എത്ര കോഴികളുണ്ട്? 23. ഇത് മുട്ട വിരിഞ്ഞിട്ടാ തന്നെയല്ലേ? ഇതുണ്ടോ 4 ചെറുതുണ്ട്. ഇതെന്താ? അതിന്റെ അവിടെ ഇട്ടതായിരിക്കും വേണ്ടേ? അപ്പൊ പരക്കം പാഞ്ഞിട്ട് തിന്നുന്ന. ഇതൊന്ന് പൂവനാ? ഒറ്റന്നേ പൂവനുള്ളൂ? അവിടെ ഇവിടെയൊക്കെ തുള്ളുന്ന. ഇവർക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പ്രവേശനമില്ല. ശല്യപ്പെടുത്തു. അതായത് ഇവർ അറ്റാക്ക് ചെയ്യണോ? അങ്ങനെയാ. നോക്കി എന്താ അടക്കാൻ നോക്കി. ഇപ്പൊ ആർക്കും പുറത്തിറങ്ങണ്ട. തുറന്നു വെച്ചിട്ടും പുറത്തിറങ്ങണ്ട. നിങ്ങൾ ഇത്രയും വലിയ കോഴി ഫാം സെറ്റാക്കിട്ട് ഇതുവരെ അതിനെ കൊണ്ട് എന്തെങ്കിലും റവന്യൂ ഉണ്ടായാ? എന്റെ മുട്ട കൊടുക്കലുണ്ട് എപ്പോഴെങ്കിലും? അതല്ലാണ്ട് കച്ചവടത്തിന് കൊടുക്കണ്ടാണെങ്കിലും ആണോ? എത്ര ഒരു മുട്ടക്ക്? ഒരു മുട്ടക്ക് 7 രൂപ ഉണ്ട്. ഒരു മുട്ടക്ക് ഇപ്പൊ 7 രൂപ. നാടൻ മുട്ടക്ക് 7 രൂപ ഉണ്ട്. പുറത്ത് കച്ചവടത്തിന് പുറത്തുനിന്ന് വാങ്ങുമ്പോഴാണെങ്കിലും 7.50 ഉണ്ട് നാടൻ മുട്ടക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാടൻ ബ്രീഡാണ് സഹിവാൾ. അതാണ് സഹിവാൾ എന്ന് പറയുന്ന സാധനം. സഹിവാൾ എന്ന ബ്രാൻഡാണ് ഇവള്. അവർക്കുള്ള പ്രത്യേകത പോലും ഈ പ്രത്യേകതയാണ്. ചെറിയ കൊമ്പ്, വലിയ ചെവി. ഈ കൊമ്പ് ഇത്രേ ആവുള്ളൂ. അധികം പാടില്ല, കുത്താൻ പറ്റില്ല. ഇതിനപ്പോ ചെവി, ഉയർന്ന താണ നാഭി, ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഇതിനെ കൊണ്ട് കുത്താൻ പറ്റില്ല. കുത്താൻ പറ്റാണെന്നാ. അവര് പൊതുവെ നല്ല ശാന്ത സ്വഭാവികളാണ്. അത് ലോക്കൽ നാടൻ. അത് ജേഴ്സി ക്രോസ് ആണ്. വെച്ചൂർ ജേഴ്സി ക്രോസ് ആണ്. രണ്ടുപേരും നല്ല ശാന്തരാണ്. വെച്ചൂർ ജേഴ്സി ക്രോസ്. വൃത്തി ഉണ്ടല്ലോ നല്ല.
അക്ഷയുടെ വീട്ടിലേക്കുള്ള യാത്ര. ഒരു പട്ടി വഴി മാറുന്നില്ലല്ലോ. മാറടാ മുണ്ടൊക്കെ ശേഖര. ഞങ്ങൾ അക്ഷയുടെ വീട്ടിലേക്കുള്ള പോക്കാ. സ്കൂള് വിട്ടിട്ടുള്ള സമയം. അവന് 2 ബാഗ് ഉണ്ടല്ലോ കുട്ടിക്ക്. മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്താ അടിപൊളിയാണ്. ഈ മയില് കൂവിക്കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ടാ? നേരത്തെ ഞാൻ വീട്ടിലിരിക്കുമ്പോ അത് കൂവിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറെ നേരം. നമ്മളിപ്പോ എത്തിയേക്കുന്ന സ്ഥലത്ത് അറിയാം മാമാന അമ്പലം. ഇവിടെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. മാമാനിക്കുന്ന് മഹാദേവ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ അല്ലേ? ദേവിയല്ലേ? ദേവനല്ലല്ലോ, ദേവിയല്ലേ? മാമാനിക്കുന്ന് മഹാദേവി എന്നാ. ദേവനും ദേവിയല്ലേ? രണ്ടുപേരും അടുത്തടുത്ത ആൾക്കാരല്ലേ? അഡ്ജസ്റ്റ് ആയിക്കോളും. അയ്യോ, നമ്മള് ഇരിക്കൂറെത്തി. നല്ല രസമില്ല ഇവിടെ. മട്ടന്നൂർ പോളിയുടെ അടുത്താ. മട്ടന്നൂർ പോളി തന്നെ അല്ലേ ഇത്? അന്ന് എന്തോ ഞാൻ തെറ്റിയോ സംശയമുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, നമുക്ക് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത്. മട്ടന്നൂർ പോളി തന്നെ അല്ലേ ഇത്? പഴശ്ശിരാജ സോറി പോളി അല്ല, പഴശ്ശിരാജ NSS കോളേജിന്റെ അടുത്താണത്. എപ്പോഴും തെറ്റല്ലേ ഇവിടെ എത്തുമ്പോ? അത് എപ്പോഴും തെറ്റും. അപ്പൊ ഈ മട്ടന്നൂർ പോളി എവിടെയാ? അത് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു പണ്ട് നമ്മള് ഒരു ഫ്ലക്സ് കണ്ടത്. ഈ നാട്ടിലുള്ള ആളുകളുടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ മിരോംബായി സൂപ്പർ ലീഗാ, മിരോംബായി പ്രീമിയർ ലീഗാ. എന്നിട്ട് അവര് കുറെ മെസ്സേജ് ഞങ്ങളുടെ നാട്ടിലെ ഇത് കാണിച്ചതിന് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വഴിക്ക് വരുമ്പോ കാണണം എന്നൊക്കെ ഇവിടെയുള്ള പയ്യന്മാര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പഴാ ഓർമ്മിച്ച, ഇവിടെ എത്തിയപ്പോഴാ ഓർമ്മിച്ച. അപ്പൊ സന്തോഷം, നിങ്ങളുടെ നാട്ടിലൂടെ ഇങ്ങനെ വീണ്ടും കടന്നു പോവാണ്. നമ്മളങ്ങനെ ഇവിടെ എത്തി. എന്നെ കൊല്ലു നീ വന്നിട്ട് ഇപ്പൊ കൊണ്ട് കുത്തിയനവൻ. അതായത് വണ്ടി ഇപ്പൊ റോഡ് നോക്കിയ 2 ലൈനിലുള്ള റോഡാണ്. അതിന് ഞാൻ എന്റെ ലൈനിൽ ഇങ്ങേ അറ്റത്തൂടെ പോവാണ്. അപ്പോഴാണ് ഇപ്പൊ ശ്രീവത്സന അവൻ വന്നിട്ട് ഈ ലൈൻ തന്നെ കയറ്റാൻ നോക്കിയത്. എന്ത് ഡ്രൈവിംഗ് ആണ് ഇവന്മാരൊക്കെ. ചായ കോഫി, ചായ കോഫി, ചായ. ഇവിടെ വന്ന് നിന്ന കടയിൽ ചേച്ചി നെയ്പ്പത്തിൽ പിരിക്കുന്ന, ചൂടോടെയുള്ള നെയ്പ്പത്തിലാണ്. അപ്പുറത്തെ ചേച്ചി ഉണ്ടാക്കുന്നത്, ഇപ്പുറത്ത് പിരിക്കുന്നത്. ഇവരുടെ കടയിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ലഹരി ഉപയോഗിക്കാത്ത കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് ചായയും കടിയും സൗജന്യമാണ്. നല്ലൊരു സന്ദേശമാണ്. അവിടെ ചേച്ചി ഓട്ടോറിക്ഷ എടുത്ത് വന്നിട്ടുണ്ട്. ചേച്ചി ഒരു സാധനം വാങ്ങുന്നുണ്ട്. ഒരു ലൈവ് കടയാണ്. നല്ല രസമുണ്ട്. കാലിലൊരു മൊയൽ കയറി ഇരുന്ന പോലെ ഉണ്ട്. ഇത് നമ്മളൊരിക്കല് ഇതേ ഡയലോഗും പറഞ്ഞെടുത്തതാണ്. ഞങ്ങള് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 ആള് കൈ കാണിച്ചിട്ടുണ്ട്. പേരെന്താ ബ്രോ? അശ്വിൻ ആൻഡ് അക്ഷയ്. നിങ്ങൾ ഇതുപോലെ യാത്രയിലാ? മാഷ്മാരാ? ഓ സായിജിന്റെ ടീമാണ്. അവന് മാഷാണ്. നടക്കട്ടെ. ഞാൻ ശ്രീകണ്ഠപുരം കൂട്ടുമ്പോന്ന് പറയും, മടപ്പം. നടക്കട്ടെ, കഴിക്കോ. ഓ സന്തോഷം. കഴിക്കപ്പോ. മഴ വരുന്നതിന് മുമ്പ് ഇങ്ങനെ പോവാണ് നമ്മള്. 6 മൈൽ എന്ന് പറയുന്ന സ്ഥലത്തൂടെ മാഹി അണ്ടറിൽ വരുന്ന ഒരു പെട്രോൾ പമ്പ് തപ്പിയിട്ട് പോവാണ്. വരുന്ന വഴിക്ക് മാപ്പിൽ P ജയരാജൻ ഹോം എന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു ഈ വഴിയിലാണോന്ന് അദ്ദേഹത്തിന്റെ വീട്. ബസ്സിന്റെ വരവ് കാണുമ്പോൾ പേടിയാകുന്നത്. കാരണം നമ്മൾ ഈ ചെറിയ വണ്ടിയും കൊണ്ട് ഇത്രയും പേടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ വണ്ടി കൊണ്ട് ഇവരിങ്ങനെ അടിച്ചു വിട്ടിട്ട് പോകണം. എത്ര ധൈര്യത്തിൽ പോണത്, അത്ഭുതം തന്നെ ചേട്ടന്മാരെ. കതിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടക്കൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നല്ല പൈസക്ക് ലാഭകരമായിട്ട് പടക്കം കിട്ടുന്ന സ്ഥലം. വിഷുവിന്റെ ഒക്കെ സമയത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ആരൊക്കെയോ കതിരൂര് പടക്കം വാങ്ങാൻ പോവാന്ന് പണ്ട് പറയുന്നത് കേട്ടോ ഓർമ്മയുണ്ട്. റോഡ് പ്രവൃത്തി നടക്കുന്നു, വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. അങ്ങനത്തെ വഴിയിലൂടെയാണോ നീ എന്നെ കൊണ്ടുപോണത്? അവിടെ ബോർഡുണ്ട്. അത് പഴയ ബോർഡാണോ ഇനി എടുത്തു മാറ്റാൻ മറന്നതെന്ന് അറിയില്ലേ? പറയാൻ കഴിയില്ല, എനിക്കും അറിയില്ലേ. ആ ബോർഡും പഴയതായിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വണ്ടി വരുന്നത് കൊണ്ട് വഴിയിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. നമ്മുടെ എല്ലാ തവണ യാത്രക്ക് പോകുമ്പോഴും മെയിൻ റോഡുകളിലൂടെ തന്നെ യാത്ര വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെങ്കിലും ആയിട്ട് ഉൾവഴികളിലൂടെ പോകേണ്ടി വരും. എന്നാ പിന്നെ നമുക്ക് മനഃപൂർവ്വം ഉൾവഴികളിലൂടെ എന്നുള്ളൊരു സീരീസ് ഉണ്ടായിക്കൂടെ? കാരണം എങ്ങനെങ്കിലും ആയിട്ട് ഇവിടെ ഗൂഗിൾ മാപ്പ് എന്തിനെങ്കിലും നോക്കും, അത് ഏതെങ്കിലും കാട്ടുവഴിയിലൂടെ കൊണ്ടുപോവുകയും ചെയ്യും. അത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവം. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സീരീസ് തന്നെ തുടങ്ങി വഴികളിലൂടെ. മദ്യ ഷോപ്പുകൾ കാത്തിരിക്കുന്ന മാഹിയിലൊന്നും തിരക്കൊന്നുമില്ലല്ലോ. മദ്യത്തിന് ഇവിടെയൊക്കെ വില കൂടിയാ. എന്നാലും മാഹിയിലേക്ക് വരുമ്പോ വൈകുന്നേരത്തെ സമയത്തൊക്കെ അത്യാവശ്യം ഒരു തിരക്കുള്ളതാണ് എന്റെ സങ്കല്പങ്ങളുള്ളത്. ഇപ്പൊ തീരെ ഈ ഒരു ബീവറേജിലൊന്നും ഒരു പൂച്ച പോലും ഇല്ല. ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. ഞാൻ വിചാരിച്ചു ഈ ട്രിപ്പിൽ എന്താ നമുക്ക് വഴിതെറ്റാൻ, എവിടെന്നെങ്കിലൊക്കെ ഒരു റിവേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവാറില്ല. എവിടെന്നെങ്കിലൊക്കെ ഒരു യൂട്ടേൺ എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല.
ആദ്യത്തെ മഴത്തുള്ളി എത്തി കേട്ടോ. ആ മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു കല്യാണ വീടുണ്ട്, നല്ല രസമുള്ള കല്യാണം കഴിഞ്ഞതാവുന്നല്ലോ. എന്താ എല്ലാം കഴിഞ്ഞ തോന്നുന്നു, കസേര കടക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് വഴി തെറ്റിയ ലെഫ്റ്റിലേക്കായിരുന്നു പോകേണ്ടത്, അല്ല റൈറ്റിലേക്കായിരുന്നു പോകേണ്ടത്. നമ്മൾ നേരെ പോയി പാനൂര് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ ഞങ്ങളിങ്ങനെ പാറക്കടവ് എന്ന സ്ഥലത്തൂടെ പോവാണ്. ഇവിടെ എത്തുമ്പോഴേക്കും മഴയൊക്കെ അത്യാവശ്യം ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. വൈപ്പറൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നു. ഇവിടെ മഴയുമില്ല, മഴത്തുള്ളിയിലോ ആണ്. ഇത്ര നേരം മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മഴയില്ലാത്ത സ്ഥലത്തേക്ക് എത്തി. നമുക്ക് ഒരു തുള്ളി പെയ്തിട്ടില്ല ഇവിടെ നിന്ന്. അങ്ങനെ അക്ഷയുടെ വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് കപ്പ, ദോശയുണ്ട്. അപ്പൂസ് ഇപ്പൊ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിപ്പുണ്ട്. അപ്പൂസ് വയനാട്ടില് വൈൽഡ് ലൈഫ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിന്റെ മാനേജറാണ്. ഇപ്പൊ വയനാട്ടിലേക്ക് മനുഷ്യന്മാര് വരുന്നില്ലെന്ന് കേട്ടു. ശരിയാ? അത് നമ്മളെ ദുരിതം ഉണ്ടായല്ലോ, എല്ലാവർക്കും സങ്കടമുള്ള ഒരു ദുരിതം ഉണ്ടായി. പക്ഷെ ഇപ്പം വയനാടിന്റെ ഒരു ചെറിയ ഏരിയയിലാണ്, അതായത് മേപ്പാടി ഒരു ഏറ്റവും അടിയിലുള്ള ഭാഗത്താണ് ഉണ്ടായത്. പക്ഷെ ആളുകള് മൊത്തത്തിൽ സ്പ്രെഡ് ആയപ്പോ വയനാട് ടോട്ടലി ഡിസാസ്റ്റർ ആയി എന്നുള്ള രീതിയിലായി. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ചെറുതായിട്ട് നമ്മൾ വയനാട്ടിലേക്ക് ഇപ്പൊ ട്രാവലേഴ്സ് തീരെ കുറഞ്ഞു, ഇപ്പൊ പറ്റി കുറഞ്ഞു. കാരണം റിസോർട്ടൊക്കെ ക്ലോസ്ഡ് ആണ്. ഇപ്പം റിസോർട്ട്, നമ്മുടെ റിസോർട്ട് ഉൾപ്പെടെ എല്ലാ റിസോർട്ടും ഒരു 15-20 ദിവസം ക്ലോസ്ഡ് ആണ്. അതായത് ഇപ്പം അവിടെയുള്ള ജോലിക്കാരൊക്കെ ലീവ് കൊടുത്തു. വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിലാണ്. കാരണം അത്രയും നമ്മളെ എല്ലാ ഏരിയയിലും ഇത് എഫക്റ്റഡ് അല്ല, ചെറിയൊരു പാർട്ടിൽ മാത്രമേ ഇതുള്ളൂ. പക്ഷെ എൻ്റയർ ജില്ലയിലെ ടൂറിസത്തിനെ ബാധിച്ചു. അതെ അതെ, അതിപ്പോ ഉപജീവനം നടത്തുന്ന ഒരുപാട് ഡ്രൈവേഴ്സ്, അതേപോലെ ചെറിയ കടക്കാർ, ഹോട്ടൽസ്, നമ്മളെ ചെറിയ റിസോർട്ടുകൾ, എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മളെ ഇപ്പം ടോട്ടലി സുൽത്താൻ ബത്തേരിയിലാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത്. നമ്മൾ ഫോറസ്റ്റ് ആംബിയൻസിലുള്ള പ്രോപ്പർട്ടിയാണ്. റിസോർട്ടിലേക്കൊക്കെ പോകണം, വയനാട്ടിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പൂസിന്റെ നമ്പർ താഴെ കോൺടാക്ട് ചെയ്തോ. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാനാണെങ്കിൽ നമ്മളെ ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ റിസോർട്ട്, വയനാട് വൈൽഡ് ലൈഫ് റിസോർട്ട്. അത് ഓർമ്മിച്ച് വെക്കണം. ആയിക്കോട്ടെ. അവിടെ അവൾ അതിന്റെ വീഡിയോ വേറെ എടുക്കുന്നത്. റിസോർട്ട് മാനേജറിന്റെ ദീനരോധനാണ് ഇപ്പൊ കേട്ടത്. എല്ലാരും അത് പരിഗണിക്കാം. ഇവിടെ സെപ്പറേറ്റ് കസേര ഇട്ടിരുന്നിട്ട് കൊടുക്കുന്ന എന്തോ പന്തിയുടെ പണ്ടേ ഉടായിപ്പാണ് അതിന്റെ ഒരു ബീഫ്. ബീഫ് മണവും ഉണ്ട്, വേണം താനും. മറ്റേനോട് പോയി പറയണം കേട്ടാ. പോയി പറ ഇതിനോട് കിട്ടുമോ? അതിന് മനസ്സിലായി, അതിന് വിവരമുണ്ട്, അവന് വിവരം. ബൈ ബൈ.